നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2026 ഏപ്രിൽ മാസം മുതൽ ഗ്യാസ് ബുക്കിങ്ങിലും അതുപോലെ തന്നെ സബ്സിഡിയിലുമെല്ലാം വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് വളരെ വിശദമായി നോക്കാം. നമ്മൾ ഇത്രയും കാലം ചെയ്ത രീതിയിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഗ്യാസ് ലഭിക്കുകയില്ല. അതുപോലെ തന്നെ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഗ്യാസിൽ എന്തെല്ലാം നിയന്ത്രണങ്ങളാണ് 2026 ഏപ്രിൽ മാസം മുതൽ നിലവിൽ വന്നത്, എത്രയാണ് ഇതിൻ്റെ റേറ്റ് എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കുന്നതിന് മുമ്പായി തന്നെ ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്യാസ് ബുക്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യമാണ്. യുദ്ധവുമായി ഒരുപാട് ആളുകൾ ഒരേ സമയത്ത് ബുക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് ഫോൺ മുഖേനയുള്ള ബുക്കിംഗ് ചിലപ്പോൾ നൽകാൻ സാധിക്കുന്നില്ല. ഒരുപാട് വീട്ടമ്മമാർ ഇങ്ങനെ ബുക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് എല്ലാ സമയത്തും ലൈൻ ബിസി എന്നോ അല്ലെങ്കിൽ ഒന്നും പറയാതെയോ ഫോൺ കട്ടാവുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ യെസ് എന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇങ്ങനെ ബുക്ക് ചെയ്ത് കിട്ടാത്ത ആളുകൾക്ക് നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ ബുക്ക് ചെയ്യാൻ മറ്റൊരു സൗകര്യമുണ്ട്. നമ്മൾ ഏത് കമ്പനിയുടെ ഗ്യാസ് കണക്ഷനാണോ ഉപയോഗിക്കുന്നത് ആ കമ്പനിയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിൽ പറയുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ നൽകുക. നമ്മൾ ഗ്യാസ് ഏജൻസിയിൽ കൊടുത്ത നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ അവിടെ നൽകേണ്ടി വരും. ആ കാര്യങ്ങൾ കൂടി നിങ്ങൾ നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആപ്ലിക്കേഷനുമായി ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതിൽ വളരെ കൃത്യമായി തന്നെ ബുക്ക് LPG എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ രൂപത്തിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഗ്യാസ് ലഭിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മളൊരു ഗ്യാസ് കണക്ഷൻ ബുക്ക് ചെയ്തതിന് ശേഷം അത് ലഭിച്ചതിന് ശേഷം പിന്നീട് 45 ദിവസം കഴിഞ്ഞ ശേഷം മാത്രമാണ് നമുക്ക് ബുക്കിംഗ് ഓപ്ഷൻ വരുന്നുള്ളൂ. പക്ഷേ നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2-3 ദിവസങ്ങൾക്ക് തന്നെ ഗ്യാസ് ലഭിക്കുന്നുണ്ട്. ഈ 45 ദിവസത്തെ ഇടവേള നമുക്ക് ബുക്ക് ചെയ്യാൻ മാത്രമാണ്. വീട്ടിൽ ഗ്യാസുകൾ ഉപയോഗിക്കുന്ന ആളുകൾ ഈ ഇടവേള ശ്രദ്ധിച്ച് തന്നെ ബുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ ഇടവേള കണക്കാക്കി മാത്രമേ ബുക്ക് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് വരുന്ന മറ്റൊരു കാര്യം മസ്റ്ററിംഗ് ആണ്. മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ബുക്ക് ചെയ്യാനോ അതല്ലെങ്കിൽ ചിലപ്പോൾ മറ്റ് ഫോൺ മുഖേനയെല്ലാം ബുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. നിർബന്ധമായിട്ട് നിങ്ങൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കുക. ഒരുപാട് ആളുകൾ ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുണ്ട്. ഇതിൽ പ്രത്യേകിച്ചും പ്രവാസികളായ ആളുടെ പേരുകളിലായിരിക്കും അവരുടെ കണക്ഷൻ ഉണ്ടായിരിക്കുക. അതുകൊണ്ടാണ് അവർക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിക്കാത്തത്. അങ്ങനെയുള്ള ആളുകൾ ആരുടെ പേരിലാണോ ഗ്യാസ് ആദ്യമുള്ളത് അവരുടെ ആധാർ കാർഡിൻ്റെ കോപ്പി, അതുപോലെ തന്നെ അവർ പ്രവാസിയം തെളിയിക്കുന്ന എന്തെങ്കിലും വിസയുടെയോ അതല്ലെങ്കിൽ ഇക്കാമയുടെയോ മറ്റോ ഒരു കോപ്പി, പുതിയ ആളുടെ പേരിലാണ് കണക്ഷൻ എടുക്കുന്നതെങ്കിൽ അവരുടെ ഫോട്ടോ, ആധാർ കാർഡ് എന്നിവയെ നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ ബുക്കിംഗ് സ്വീകരിക്കുകയും നിങ്ങളുടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുകയും ചെയ്യും. ഇനി കണക്ഷൻ നമ്മുടെ പേരിലാണെങ്കിൽ നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മറ്റ് ഓൺലൈൻ ജനസേവന കേന്ദ്രങ്ങൾ വഴിയോ നിങ്ങൾക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാം. ഇങ്ങനെ മസ്റ്ററിംഗ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് പെൻഷനും എല്ലാ കാര്യങ്ങളും, പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഗ്യാസിൻ്റെ കാര്യവും. ഗ്യാസ് ബുക്കിംഗ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, നമുക്ക് ഗ്യാസ് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ വീട്ടാവശ്യങ്ങൾക്കല്ലാതെ ഗ്യാസ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഗ്യാസിൻ്റെ വില കൂടിയിട്ടുണ്ട്. ഇപ്പോൾ വീട്ടാവശ്യങ്ങൾക്കുള്ള ഗ്യാസിൻ്റെ വില എന്ന് പറയുന്നത് 922 രൂപയും 50 രൂപയടക്കം അതിൻ്റെ സർവീസ് ചാർജ് അടക്കമുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ നൽകേണ്ടി വരും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.